ये दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഈ ധാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃണാളിനി കിളി ഡോറ് തുറന്നു കൊടുക്കുന്നു. അപ്പോൾ അവിടേക്ക് എത്തുന്ന അമലേഷ്. എന്തോടെ ഇത്? ഇതേതാ പന്നിയിലേക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച പോലെ ഒരു സാധനം. എന്താണ്? ഞാൻ ദാസൻ. യേശുദാസിന്റെ ആരുമല്ല. നന്നായി. ആരെങ്കിലും ആയിരുന്നെങ്കിൽ യേശുദാസ് അന്ന് തന്നെ തൂങ്ങിച്ചത്തേനെ. അശ്വാരൂഢൻ, കിന്നാരത്തുമ്പി, അവളുടെ രാവുകൾ, ഇതെല്ലാം ഞാൻ 3-4 പ്രാവശ്യം വെച്ച് കണ്ടിട്ടുണ്ട്. അതിനിതൊന്നും ഞാൻ ചെയ്ത പടമല്ല. അല്ല, എനിക്ക് കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കുഴപ്പമില്ല. ഒരു വേഷം. ഈ വേഷത്തിന് എന്താ കുഴപ്പം? നല്ല ഉഗ്രം വേഷമല്ലേ? ഈ വേഷമല്ല, പിന്നെ സിനിമയിലൊരു വേഷം. സിനിമയിലൊരു വേഷം. ഡോ, ഈ സിനിമയിൽ കംപ്ലീറ്റ് ഗൗരവമുള്ള കഥാപാത്രങ്ങളാണ്. ഉണ്ടല്ലോ ഗൗരവം. തന്റെ മുഖത്തോട്ടൊക്കെ എനിക്ക് ചിരി വരുന്നു. അറ്റ്ലീസ്റ്റ് തനിക്കൊരു നല്ല മീശയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്തൊരു നല്ല കഥാപാത്രം തരായിരുന്നു. മീശ ഉണ്ടായിരുന്നു ഓക്കെ ആയിരുന്നില്ലേ? മീശ ഉണ്ടായിരുന്നു സൂപ്പർ ആയനെ. മീശ ഇല്ലാണ്ടായി പോയി. എന്ത് ചെയ്യാനാ? പോയിട്ടോ. എന്താണത്? അല്ല, എല്ലാവരും പറഞ്ഞ് ഡയറക്ടറായിട്ട് മിങ്കിളാവണമെന്ന് വേഷം തരുന്നു പറഞ്ഞു. അതുകൊണ്ടാ. അതിന് പോയിട്ട് പോയേ പോയേ. മീശയില്ലാത്ത ഭയങ്കര അയ്യേ പോയ. ഏത് കോത്താഴ്ത്തുകാരനാണോ? നായിക കൊള്ളാല്ലേ? അവക്ക് എന്നിട്ട് നോട്ടം ഉണ്ട്. ആ ഡയറക്ടർ നല്ലൊരു നോട്ടം ഇട്ടിട്ടുണ്ട്. അയ്യേ, ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. നോക്കി അതാണ് നായകൻ. ഇതാണോ നായകൻ? ആ, നിനക്ക് എങ്ങനെ മനസ്സിലായി? കോള കുടിക്കണ കണ്ടില്ലേ? അതുമല്ല, ഫോൺ വന്നിട്ട് എടുക്കണില്ല. ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. അത് ശരിയാ. എടാ, ആരെങ്കിലും കൈ കാലം പിടിച്ച് അങ്ങോട്ട് കാശും കൊടുത്ത് ഏതെങ്കിലും പടത്തിൽ മുഖം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ വന്നാൽ എടുക്കുകയുമില്ല, മുട്ടൻ ചാടേരിക്കുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നായകന്മാരുടെ ഒരു ട്രെൻഡ്. നമുക്കൊന്ന് പരിചയപ്പെട്ട. അതിനെന്താ പരിചയപ്പെടാപ്പാ? ഞാൻ ആദ്യമായിട്ടുണ്ട് സിനിമ അടുത്ത് കാണുന്നത്. ക്യാരവാനിലിരിക്കാണ്ട് പുറത്തിരിക്കണം. എന്താ? ഹലോ, നമസ്കാരം. നമസ്കാരം. കാണുന്ന പോലെ തന്നെ ഈ പുള്ളി മുട്ടൻ ചാടേണ്ടാ. എങ്ങനെ ജാടയില്ലാണ്ടിരിക്കും? ഇപ്പോഴും LKG പഠിത്തം കഴിഞ്ഞിട്ടില്ല. കയ്യിൽ സ്ലൈറ്റ് ഇരിക്കണുണ്ടില്ലേ? സ്ലൈറ്റ് അല്ലത്, ട്യൂബ്. ട്യൂബാ? ട്യൂബല്ല, ടാബ്. നമുക്കൊരു പണി കൊടുത്താലാ? വേണോ? പിന്നെ കൊടുത്തേക്കല്ലേ. എടാ, ഇവിടെയാണ് പാഷാണ ഷാജിയുടെ ആവശ്യം. പക്ഷെ ആവശ്യമുള്ളടത്ത് അവൻ വരെയുമില്ല. പാഷാണ ഷാജിനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് കൊടുത്തോ. സാറേ, സാറാണോ ഈ ഹോം സിനിമയിലെ നായകൻ? നായകനും പ്രൊഡ്യൂസറും ഞാൻ തന്നെയാണ്. അത് സാറിന്റെ കനം കണ്ടപ്പോ മനസ്സിലായി. അല്ല, സാറിന്റെ പേഴ്സണാലിറ്റി കണ്ടപ്പോ തന്നെ തോന്നി സാറായിരിക്കും നായകൻ. നിങ്ങൾ പൊക്കോളൂ, ഞാൻ ഒരു റെസ്റ്റ് എടുത്തോട്ടെ. സാറേ, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ശല്യം ചെയ്യാതൊന്ന് പോണം മിസ്റ്റർ. ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ സാറേ, ഒന്നെടുക്കാൻ പാടില്ലേ? എന്താ ചെയ്യ? ടച്ചപ്പ്. എടുത്തോ. ആരി? എടുത്തോ. എടുത്തോ. ഞാനാ? വെറുതെ എടുത്തോ. എടുത്തോ, മടിച്ചിക്കൊന്നും വേണ്ട. എടുക്കണു നോക്കിക്കണ്ട്. ഞങ്ങളുടെ പടം എടുക്കാൻ പറഞ്ഞിട്ട് വണ്ടിയുടെ പടം എടുത്ത് വെച്ചേക്കണം. ഇവനൊക്കെ ഇത് എവിടുന്ന് വന്നടാ? ഇവനേത്? ഒന്നും അറിഞ്ഞോടാ. അതല്ലേ പ്രൊഡ്യൂസർ കം നടനായിട്ട് നടക്കണത്. ഇല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് അഭിനയിപ്പിക്കോ? ഏയ്, ഞങ്ങൾ ഈ പരിസരത്തൊക്കെ കാണോട്ടാ. വൈകുന്നേരം നല്ലൊരു പടം എടുത്ത് തരണോട്ടാ.
ആരും കണ്ടില്ല. അടിപൊളി. അപ്പോ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന നായിക, അപ്പോൾ അവിടേക്ക് വരുന്ന നായകൻ അമലേഷ്. ഓക്കെ. അപ്പോ നിങ്ങളുടെ ഡയലോഗ്. ചന്ദ്രിക, ഈ ആകാശം സാക്ഷി നിർത്തി, ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി നമുക്കൊന്നിക്കാം. അപ്പോ നായിക, എന്റെ അമലേഷ് ചേട്ടാ. ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മളൊരു സോങ്ങിലേക്ക് പോകും. ഓക്കെ, അപ്പൊ റെഡിയാണല്ലോ? നമുക്കിത് ചെയ്യാം. നായിക ഇറങ്ങി വന്നിട്ട് കിള്ളി ഡോറ് തുറക്കും, അപ്പോഴേ ഇറങ്ങാവുള്ളൂ. ഓക്കെ ഓക്കെ. ഒന്ന് മാറ്റി പിടിച്ചോളൂ. മനുഷ്യൻ നടക്കുന്ന വഴി കൊണ്ട് ഓരോ സാധനങ്ങൾ വെക്കുന്നു. റെഡിയല്ലേ? ഡോറടിച്ച് ഡോറൊന്ന് അടച്ചു കൊടുക്കാം അമലേഷ്. ഞാനാ? പിന്നെ ഞാൻ അടയ്ക്കണം. അപ്പൊ റെഡിയല്ലേ? നമുക്ക് പോവാം. ഒരു പാൻ പോയല്ല. നീ പാനോ ഹാൻഡ്സോ തുളസിയോ എന്ത് വേണം മേടിക്കാൻ പോ. പക്ഷെ ഇത് റെക്കോർഡിലിട്ടിട്ടേ പോവുള്ളൂ. മനസ്സിലായോ? ആ, അപ്പൊ ആർട്ടിസ്റ്റ് റെഡിയല്ലേ? നമുക്ക് പോവാം. ക്യാമറ റോൾ, ആക്ഷൻ. എന്താ ഡയലോഗ് പറയാത്തെ? ഡോറ് തുറക്കാൻ കിളി വന്നില്ല. ഈ കിളി എവിടെ പോയി കിടക്കോ? എടോ കിളി എവിടെ? ആരോട് പറയാനായത്? കിളി എവിടെയെന്ന്? എടോ ഈ ബസ്സിലെ കിളിയെങ്കിലും പിടിച്ചു നിർത്തുമോ? എന്റെ കിളി പോണ പരിപാടി കാണിക്കാതെ നിങ്ങള്. ബസ്സിലെ കിളി എവിടെ? ബസ്സിലെ കിളി എവിടെയാന്ന്? ബസ്സിലെ കിളി ഇവിടെ ഉണ്ടിട്ടാ. നീ എന്താ പറയണ? ഒരു ചാൻസ് കിട്ടിയല്ലേ? ഞാൻ ചെന്നാ ശരിയാവൂല. എടാ നല്ലൊരു അവസരമാണ്, ചെല്ലാൻ പറഞ്ഞപ്പ. ഞാൻ പോവില്ല, നീ ഒന്ന് പോയേ. ഞാൻ പോകില്ല, നീ പോകാൻ. എന്റെ കണ്ടാതെ ഞാൻ ചെന്നാ എനിക്ക് ചിരി വരുമെന്ന്. അതൊന്നും സാരിയില്ല, അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് ഇതാണ് നല്ല അസല് കിളി. ഞാൻ ശരിയാവൂല. അയ്യോ അങ്ങനെ പറയരുത്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം നാളത്തെ ഒരു വലിയ കാര്യം. ഈ ഡോറ് തുറക്കുന്നത് അതെന്നും ഞാൻ തുറക്കണല്ലേ? അങ്ങനെ പറയരുത്. ഇന്നത്തെ തുറക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ വേറൊരു വാതായനം തുറക്കുകയാണ്. അങ്ങനെ പറഞ്ഞു പോകല്ലേ. സുഖാവൂല. ഒരു പ്രാവശ്യം തുറന്നാ മതി. ഞാൻ ചിരിക്കും. ഇല്ല, എന്റെ പൊന്ന് ചിരിക്കത്തില്ല. ഒരു പ്രാവശ്യം തുറക്കണം പ്ലീസ്. ചതിയാണ്ടത്. ഞാൻ ചെയ്യേണ്ടത്, ഈ നായിക ഇറങ്ങി വരുമ്പോ ഈ ഡോർ തുറന്നു കൊടുത്തിട്ട് ഇതെങ്ങനെ മാറിയിട്ട് ഒന്നിറങ്ങി പോകാനുള്ള ഒരു അവസരം കൊടുത്താൽ മതി. അതെ, കണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ആർട്ടിസ്റ്റ് റെഡിയല്ലേ? നമുക്ക് പോവാം. ക്യാമറ റോൾ, ആക്ഷൻ. കിളി ഡോറ് തുറന്നു കൊടുക്ക്, മെതുവാ. അതെ അതെ അതെ. നീ ആ ബസ്സിൽ കാണിക്കുന്ന പണി ഇവിടെ കാണിക്കരുത് കേട്ടാ. നായിക ഇറങ്ങി പോകുമ്പോ മുട്ടാതെ നിൽക്കണമെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഇതാ പറഞ്ഞത്, ഞാൻ ചെയ്താൽ ശരിയാവൂലെന്ന്. ഞാൻ പോവാണ്. അല്ല, അത് ജസ്റ്റ് ഒന്ന് മാറി കൊടുത്താ പോരെ. അതിനാ ഇങ്ങനെ പിണങ്ങല്ലേ? കേറ്, നായിക കേറ്, തൊട്ടു പുറകെ കിളി കേറ്. എന്നിട്ട് ദേ ഇങ്ങനെ മാറി കൊടുക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പോവാം. റെഡിയല്ലേ? ക്യാമറ റോളിംഗ്, ആക്ഷൻ. പുറകോട്ട് ഇത് പോരെ. അങ്ങനെ ഡയലോഗ് പറ. ഞാൻ പറയണം. ചന്ദ്രിക, ഈ ആകാശം സാക്ഷി നിർത്തി. ആകാശം മാറ്റി നിർത്തി. ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി. പ്രകൃതിയെ മാറ്റി നിർത്തി. മാറ്റി നിർത്തി. നമുക്കൊന്നിക്കാം. ഡയലോഗ് പറ. എന്റെ അമലേഷ് ചേട്ടാ. ഓക്കെ ഓക്കെ. എന്റെ അമലേഷ് ചേട്ടാ. എടി പെണ്ണേ, ഞാൻ വിളിച്ചതാ. എന്റെ അമലേഷ് ചേട്ടാ, നമ്മൾ ഒത്തുപിടിച്ചാലേ ഇത് തീരുവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ട് പറയണം. പറഞ്ഞു. മൃണാളിനി ഇറങ്ങി വരുന്നു. അപ്പൊ ചന്ദ്രികേ. അപ്പൊ ഇത് ചന്ദ്രിക. ഇത് മൃണാളിനിയാണ്. പക്ഷെ നമ്മളൊരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ വേണ്ടി ചന്ദ്രിക എന്ന് പറയുന്നു. അതായത് ഒരു കാവ്യ ഭാവന. ഓ, അപ്പൊ ഭാവന എവിടെ? എന്ത് ഭാവന? കാവ്യം എന്ന് പറഞ്ഞില്ല, ഭാവന എവിടെ? അയ്യോ, കാവ്യം ഭാവനയൊന്നും ഈ പടത്തിലില്ല. ഇതൊരു എന്താ പറയണ്ടേ, ഒരു ഇമാജിനേഷൻ. അത്രേ ഉള്ളൂ. ആദ്യം പറഞ്ഞാ പോരെ? അതെ അതെ. ലൈറ്റ് പോകൂട്ടാ. മോനെ, ലൈറ്റ് പോയാ പിന്നെയും വരും. പ്രൊഡ്യൂസർ പോയാ പിന്നെ വരികയല്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാം ഓക്കെ അല്ലേ? ഡയലോഗ്സ് എല്ലാം ഓക്കെ ആണോ? എങ്കിൽ മുകളിലോട്ട് കയറിക്കേ. എന്റെ അമ്മോ, എന്നതായത്. അപ്പൊ നമുക്ക് കൊടൈക്കനാലിൽ പോവാം. അല്ലെ, ഷൂട്ടിംഗ് തുടങ്ങാം. ക്യാമറ റോളിംഗ്, ആക്ഷൻ. പറഞ്ഞോ. ചന്ദ്രികേ, ഈ ആകാശം സാക്ഷി നിർത്തി. ഈ ആകാശം മാറ്റി നിർത്തി. ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി. ഈ പ്രകൃതിയെ മാറ്റി നിർത്തി നമുക്കൊന്നിക്കാം. നമുക്ക് രണ്ടു കൂടി ഒന്ന്. അപ്പോ നായിക, എന്റെ അമലേഷ് ചേട്ടാ. എന്റെ ചേട്ടാ മാറ്റി നിർത്തിയല്ല, സാക്ഷി നിർത്തി. ഈ പുള്ളി എന്തൊക്കെയാ പറയണത്? മൊത്തം എനിക്കറിയാം സാറേ. ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ സാറേ? എന്നാ ഒന്ന് കാണിച്ചു കൊടുത്തേ.
വെറുതെ തെറ്റിപ്പോ. ചിലപ്പോ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരാളെ കാണിച്ചു just ഒന്ന് കാണിച്ചോട്ടെ. അമലേഷേ ഒന്നുകൊണ്ട് മാറിക്കോ. പറഞ്ഞോട്ടെ സാറേ. പറഞ്ഞോളൂ. ചന്ദ്രികെ, ആകാശങ്ങളെ സാക്ഷി നിർത്തി, ചന്ദ്രനെ സാക്ഷി നിർത്തി നമുക്ക് ഒരുമിക്കാം. എന്റെ അമലേഷേട്ടാ. എന്റെ ചന്ദ്രികെ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. നീയാണ് ഞാൻ തേടി നടന്ന നടൻ. ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, നീ നായകനാകൂ. പോയി വേഷം മാറ്. ശശി, മൃണാളിനിക്ക് ഡയലോഗ് പഠിക്കണ്ടേ? പിന്നെ ഡയലോഗ് പഠിപ്പിച്ചു തരാനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയലോഗ് ഒന്ന് ശ്രദ്ധിക്കാം. ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃണാളിനി നടക്കില്ല. അപ്പോ കിളി ഡോറ് തുറന്നു വരുന്നു, നായകൻ വരുന്നു, നിങ്ങൾ തമ്മിൽ ഡയലോഗ്സ് പറയുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് നേരെ സോങ്ങിലേക്ക് പോവുകയാണ്. ആ സോങ് നമ്മൾ എടുക്കുന്നത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാൽ പോയിട്ടുണ്ടോ? ഇല്ല. നമുക്കൊന്ന് പോകണ്ടേ? എന്നാ തണുപ്പാന്നറിയാവോ അവിടെ? അവിടെ പോയിട്ട് നമുക്ക് അടിച്ച് പൊള്ളി. റെഡിയായിട്ടോ? അല്ല, ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? മീശ മീശ ഗൗരവം. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. സൂപ്പർ ആയിട്ടുണ്ട്. തുടങ്ങി. അടിപൊളിയായിട്ടില്ലേ? പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ ഇതിനകത്ത് തനിക്കൊരു ഉഗ്ര വേഷമുണ്ട്. ഞാൻ അടിച്ചു പൊളിക്കും. സൂപ്പർ വേഷം. ഗൾഫിൽ പോയ അളിയൻ. 5 വർഷമായിട്ട് പുള്ളി ഗൾഫിലാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ചെയ്തേക്കാം. തുടങ്ങാം. ഓക്കെ. അപ്പൊ ഓക്കെ. ഡയലോഗ്. ഡയലോഗോ? 5 വർഷമായിട്ട് ഗൾഫിൽ പോകാൻ എന്തിനാ ഡയലോഗ്? നീ ഗൾഫിൽ പൊക്കോ. പൊക്കോളെ. അല്ല, നിങ്ങൾ എവിടെ പോണെന്ന് പറഞ്ഞേ? എവിടെ പോണെന്ന് പറഞ്ഞേ? ഞങ്ങള് കൊടൈക്കനാൽ. കൊടൈക്കനാൽ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത് കണ്ട മനസ്സിലൊക്കെ നന്നായിരിക്കും കേട്ടാ. കൊടൈക്കനാൽ. അവൻ ഉദ്ദേശിച്ചത് മൃണാളിനി ഒന്ന് സ്ലിം ആകണമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. നമുക്ക് കൊടൈക്കനാലിൽ പോവാന്നേ. അല്ല, ഡയലോഗ് പഠിക്കാന്നേ. അപ്പോ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃണാളിനി ഇങ്ങനെ ക്യാമറ ഇറങ്ങിച്ചില്ല. കട്ട് ചെയ്യും, നിങ്ങൾ ഇറങ്ങി വരുന്ന എടുക്കും. കട്ട് ചെയ്യും, നായകന്റെ എൻട്രി എടുക്കും. വീണ്ടും കട്ട് ചെയ്യും, നിങ്ങളുടെ ഡയലോഗ്. കട്ട് ചെയ്യും, നായകന്റെ ഡയലോഗ്. വീണ്ടും കട്ട് ചെയ്യും, നിങ്ങളുടെ ഡയലോഗ്. അങ്ങനെ കട്ട് ചെയ്തൊരു കളിയാണ് ഇനി നമ്മൾ കളിക്കാൻ പോണത്. ഓക്കെ, ഡയലോഗ് വായിച്ചേ. എല്ലാം റെഡിയാ സാറേ, ശരിയാക്കി. റെഡി അല്ലേ? റെഡിയാണ് സാർ. ഡയലോഗ് ഞാൻ പറഞ്ഞു. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. എനിക്കറിയാം, മിടുക്കനല്ലേ? കാര്യം നോക്കിയാൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? എന്താ വേണ്ടത്? ഈ ഡോറ് തുറന്നു കൊടുക്കണം നായിക ഇറങ്ങി വരുമ്പോ. എന്തിനാന്നോ? ഇതിനകത്ത് വേഷം വേണോ? പിന്നെ വേണോ? എങ്കിൽ ഇത് ചെയ്യണം, അല്ല ഞാൻ പറഞ്ഞു വിടുന്നു. ഞാനിതിന്റെ പ്രൊഡ്യൂസറാണ്. അതുകൊണ്ടാ പറഞ്ഞത്. മുടക്കിയ കാശ് തിരിച്ചു കിട്ടണ്ടേ? പിന്നെ അപ്പൊ ഈ ഡോറ് തുറന്നു കൊടുക്കണം. മനസ്സിലായോ? അത് പറഞ്ഞാ പോരെ? ഇയാള് തുറന്നാ മതി. ഈ ബെർമോക്കോൾ ഒന്ന് മാറ്റി വെക്കാവോ? ബെർമോക്കോളല്ല സാറേ, തെർമോക്കോള്. എന്തായാലും ഇതൊന്ന് മാറ്റി വെച്ചേ. ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ഓരോ ബെർമോക്കോളുമായിട്ട് വന്നു. എന്തിനാ ബെർമോക്കോള്? ഒന്ന് മാറിക്കടാ. അമലേഷ് റെഡിയല്ലേ? റെഡിയല്ലേന്ന്? ഞാനോക്കെ. ക്യാമറ റോളിംഗ്, ആക്ഷൻ. താക്കോലോടെ താക്കോലടാ ഇത്. എന്റെ പൊന്നെ, ശരിയാവില്ല പുള്ളി. ഇവന് എന്റെ ചേട്ടാ അത് ഇങ്ങനെ അങ്ങോട്ട് തുറന്നാ മതി, താക്കോലൊന്നും വേണ്ട. മാറ്റി വെക്കളിയാ. ഓക്കെ ഓക്കെ. ഇങ്ങനെ വെച്ചാ ഇങ്ങനെ തുറക്കും. മനസ്സിലായ? ഓക്കെ ഓക്കെ. തുറന്നേരാട്ടാ. ഇയാള് തന്നെ ഈ പടം കുളവാക്കും. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ. ക്യാമറ റോളിംഗ്, ആക്ഷൻ. നായിക ഇറങ്ങി വന്നോളൂ. പതിയെ. ഓക്കെ ഓക്കെ. ഡയലോഗ് പറ. ഡയലോഗ്. പ്രകൃതിയെ സാക്ഷി നിർത്തി നമുക്ക് ഒരുമിക്കാം. എന്റെ അമലേഷേട്ടാ. അടിപൊളി. ഇല്ല, നമ്മളിത് തകർക്കും. അതിനും വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. ഇല്ല, നിങ്ങൾ എന്താണ് ചെയ്തെന്നുള്ളത് നാളെ ജനം പറയും. ഓക്കെ ഓക്കെ. എങ്കിൽ ഇനി അടുത്ത സീനിലേക്ക് പോവാം. ഞാൻ ആക്ഷൻ പറയുമ്പോ ക്യാമറ ഇങ്ങനെ താഴേക്ക് വരുന്നു, നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, ആർട്ടിസ്റ്റ് ഓക്കെ അല്ലേ? ക്യാമറ റോളിംഗ്, ആക്ഷൻ. അപ്പൊ എനിക്ക് പറയണ്ടേ? വേണ്ടായിരുന്നല്ലേ? ഒന്നുകൂടെ റീടേക്ക്. ആർട്ടിസ്റ്റ് റെഡി, ക്യാമറ റോൾ, ആക്ഷൻ. ഇത് എന്നാ? റീടേക്ക്. ആർട്ടിസ്റ്റ് റെഡി, ക്യാമറ റോൾ,
കൊറേ നാളായി തുടങ്ങിയിട്ട് കേട്ടാ. എന്റെ അമലേഷ് അതെ, അല്ല അതെ, ശരിക്കും ഇത് ഇങ്ങനെ താത്തിയെടുക്കാണ്ടേ അവിടം തൊട്ട് കൊച്ചിനെ ഇങ്ങനെ പിടിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താത്തിയെടുക്കണമായിരുന്നു നല്ലത് അല്ലേ? അല്ലേ? ആയിരിക്കും. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. എന്നാ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. പോരട്ടെ. പോട്ടെ ഇങ്ങോട്ട് ഇങ്ങനെ താത്ത് ഇങ്ങനെ അങ്ങോട്ട് സൂം പോട്ടെ. കറക്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ശരിക്കും പറഞ്ഞാൽ അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് ക്യാമറ താഴത്തോട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് നേരെ ഒരു മുകളിലേക്ക് എന്നിട്ട് നായികയുടെ ചുണ്ടിലേക്ക് ക്ലോസ്. നല്ലേ? പിന്നെ അത് നന്നായിരിക്കും. നന്നാവും. എന്നാ പിന്നെ അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കി. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നേരെ ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക്. ഇവിടെ ഇങ്ങനെ പോണായിരിക്കും അല്ലേ? അത് തന്നെ. അങ്ങനെ നോക്കട്ടെ. എടുത്തോ ക്യാമറ പോട്ടെ. തള്ളല്ലേ, കാണട്ടെ. പോട്ടെ മുകളിലേക്ക് മാറി ഇച്ചിരി അങ്ങോട്ട്. പോട്ടെ ബഹളം ഉണ്ടാക്കല്ലേ, മാറിക്ക് ഇച്ചിരി അങ്ങോട്ട്. ഡയറക്ടർ എടുത്തോ ഞാൻ ഓക്കെ. അടുത്തത് നമുക്ക് ഇവിടെ നേരെ പാടത്തിന്റെ വരമ്പില് നായിക നടന്നു വരുന്നു, നായകന്റെ പുറകെ നമുക്ക് ഫോളോ ചെയ്യണം. ഇതുവരെ പരിഹരിക്കാം. അപ്പൊ ഷിഫ്റ്റ്. കുറുമ്പനല്ലേ കള്ളക്കറുമ്പനല്ലേ, ഒരു ഫാഷൻ സ്റ്റാറിന്റെ മിനുക്കമല്ലേ, കൊതിച്ചതെന്തും കണ്ണിൽ പതിഞ്ഞതെന്തും കൈക്കുള്ളിലാക്കുന്ന മിടുക്കനല്ലേ. കുറുമ്പനല്ലേ കള്ളക്കറുമ്പനല്ലേ, ഒരു ഫാഷൻ സ്റ്റാറിന്റെ മിനുക്കമല്ലേ, കൊതിച്ചതെന്തും കണ്ണിൽ പതിഞ്ഞതെന്തും കൈക്കുള്ളിലാക്കുന്ന മിടുക്കനല്ലേ. ആകാശം കൈവിട്ട താരമോ, ആകെ വലയ്ക്കുന്ന വേഷമോ, മീട്ടാതെ മീട്ടുന്ന വീണയോ, എല്ലാം തികഞ്ഞെന്ന ഭാവമോ, ഏതോ പഴം പാട്ടിൻ ശീലുമായി എത്തുന്ന കാറ്റിനും പെണ്ണിന്റെ തേൻമൊഴി, നാടോടിപ്പാട്ടിന്റെ പഴമൊഴി, ചിരിച്ചു കാട്ടും പിന്നെ കാടിച്ചു കീറും മുൻകോപക്കാരി പിണാക്കവാണോ. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. അമ്മാര് അടിപൊളിയായിട്ട് പടം എടുക്കും. ഇതിനാ പറയുന്നത്, സിമന്റ് നോക്കാൻ വന്നവൻ അമ്മായിനെ കൊണ്ട് പോയിരുന്നു. തൽക്കാലം ഇവിടെ ഇരിക്കാം. വിളിക്കുവാണേ ചെല്ലാം. വിളിക്കുമായിരിക്കും. ഹലോ, ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഷൂട്ടിംഗ് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്റെ ബസ്സാ. ഈ ബസ്സോ? ആ. എങ്കിൽ ആ ബസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു പണി തരുമോ? ഓക്കെ, നടന്നു വരുന്നു. പോരെ, കമോൺ. അങ്ങനെ തന്നെ കട്ട്.
ഇതാരാടോ ഫ്രെയിമിൽ കയറി വന്നേക്കണത്? എടോ ഫ്രെയിമിൽ നിന്ന് മാറോ, കല്ലെടുത്തേ ഞാൻ. ഇയാളിത് ഏതാ? അവനാണല്ലേ. പോ. ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഇതാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ് കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം, കൊല്ല കൊല ചെയ്യും പലരുണ്ട്.